ഹലോ! അങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 17 എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നന്നായിട്ട് ഷാമ്പൂ വാഷൊക്കെ ചെയ്ത് സ്കാൽപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഹെയർ പാക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഏത് പാക്കാണ് യൂസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ അലോവേര എന്തായാലും ഉണ്ടാകും. അപ്പോൾ അലോവേര എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം. നമ്മൾ എത്രയാണോ അലോവേര എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമ്മൾ ഇഞ്ചി എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് വേണ്ട. കാരണം ഇഞ്ചി നല്ലൊരു എരിച്ചിൽ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി എടുക്കുമ്പോഴത്തേക്കും വളരെ കുറച്ചെടുത്താൽ മതിയാകും. എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി അലോവേര എടുക്കുന്നത് അതിൻ്റെ ഒരു വളരെ കുറച്ച് ഭാഗം കേട്ടോ, ഒരു 1/4 ഭാഗം എടുത്താൽ മതിയാകും ഇഞ്ചി. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും അലോവേര ജെല്ലും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നന്നായിട്ടത് പിഴിഞ്ഞെടുക്കാം. അപ്പം ഞാൻ എടുത്തപ്പോൾ കുറച്ച് ഇതായിട്ടോ, അതായത് അളവ് ഇത്തിരി കുറഞ്ഞു പോയി. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അലോവേര ഇച്ചിരിയും കൂടെ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത്. അപ്പം ക്വാണ്ടിറ്റി ഇത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി ഇത്തിരി കൂടാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ലാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്തിലേക്ക് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇൻവേർഷൻ മെത്തേഡും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തലേന്ന് നൈറ്റ് തന്നെ ഞാൻ സ്കാൽപ്പിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എനിക്ക് തലയോട്ടിയിലേക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ നൈറ്റ് ഹെയർ ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് നിങ്ങൾക്ക് മുടിയിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ ഓയിൽ, വളരെ കുറച്ച് ഓയിൽ കേട്ടോ, ഓയിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മളിത് എല്ലാ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി നമ്മുടെ എന്താ പറയുക, ഡാൻഡ്രഫിനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒരുപാട് സഹായിക്കുന്നതാണ്. അലോവേര ജെല്ലും ഇഞ്ചിയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇഞ്ചി മാത്രമായിട്ടുള്ള ഒരു പ്രശ്നം, നമുക്കൊരു പുകച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല തലയിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അലോവേര ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. അലോവേര ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു തലയ്ക്കൊരു തണുപ്പും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെ പ്രശ്നം നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ ഉണ്ടാകത്തില്ല. നമുക്ക് നന്നായിട്ട് ആ ഒരു തണുപ്പായിരിക്കും, അലോവേര ജെല്ലിൻ്റെ തണുപ്പായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു പാക്കിൽ കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇഞ്ചിയുടെ ആ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഈ ഒരു പാക്കിൽ ഉണ്ടാകില്ല. കൂടാതെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇഞ്ചി ഒരുപാട് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഡാൻഡ്രഫിനും എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തും സ്കാൽപ്പിൽ എല്ലായിടത്തും ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഫ്രണ്ട് ഏരിയയിലും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് 1 മണിക്കൂർ വരെ വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് സമയമൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതിയാകും. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യൽ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങൾ മുടിയുടെ ആ ഒരു സ്കാൽപ്പിലേക്ക് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. മുടിയുടെ ലെങ്തിലേക്കൊന്നും ആവശ്യമില്ല. നമ്മുടെ തലയോട്ടിയിൽ മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഈ ഒരു ഹെയർ പാക്കാണുള്ളത്. നാളത്തെ ഡേയിൽ നിങ്ങൾക്ക് ഇന്ന് നൈറ്റ് തന്നെ ഷാമ്പു അല്ല കേട്ടോ, ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, തലയോട്ടിയിലേക്ക് മാത്രം ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ
ഇന്ന് രാത്രി നിങ്ങൾക്കത് ചെയ്തിട്ട് കിടക്കാം. നാളെ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി വളരെ കുറച്ച് ഓയിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാം. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഇങ്ങനെ ഹെയറിൽ ഓയിൽ വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളെ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപായിട്ട് നിങ്ങൾക്ക് തലയോട്ടിയിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും ഒക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻവേർഷൻ മെത്തേഡ് ഏതെങ്കിലും ഒരു സമയം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നത് ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ എല്ലാ തവണയും ചെയ്യണ പോലെ ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയാകും. അപ്പം നീ ഇതേ മുടി മേലെ കെട്ടി വെച്ചു. ഇനി 1 മണിക്കൂർ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യും കേട്ടോ. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡെയിലി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.